bells. സോന, നീ മുട്ടയിടാൻ പോവുകയാണെന്ന് ഞാൻ കേട്ടു. ഈ അവസ്ഥയിൽ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നീ സുരക്ഷിതമായ കാട്ടിലേക്ക് പോകണം. ആരും നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ നദീതീരത്ത് വേട്ടക്കാരൻ പക്ഷികളുടെ ഭരണമാണെന്ന്? ബുൾബുൾ സഹോദരി, അതെനിക്കറിയാം. പക്ഷെ നദിയുടെ അപ്പുറത്ത് ചില പഴമരങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ കൂടുണ്ടാക്കിയാൽ എനിക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. സുന്ദർപൂരിലെ കാട് മലമുകളിൽ നിന്ന് താഴ്വര വരെ വ്യാപിച്ചിരുന്നു. ആ മലഞ്ചെരുവിലെ താഴ്വരയിലൂടെ മധുരജലമൊഴുകുന്ന ഒരു നദിയുണ്ടായിരുന്നു. അതിന്റെ തീരത്താകട്ടെ തണലേകുന്ന ഒട്ടേറെ ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മലമുകളിലെ മരങ്ങളിൽ പക്ഷികൾക്ക് ഭക്ഷണത്തിനുള്ള കായ്കനികളൊന്നും ഉണ്ടായിരുന്നില്ല. സോനക്കുരുവി, നിന്റെ മുട്ടയിടാനുള്ള സമയം അടുത്തിരിക്കുകയാണല്ലോ. എന്റെ വവാക്ക് കേൾക്കൂ സഹോദരി. നീ നദീതീരത്തെ ആ പഴമരങ്ങളിൽ പോയി കൂടുണ്ടാക്കൂ. നിനക്കതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് ഭക്ഷണവും വെള്ളവും കണ്ടെത്താൻ നീ ഒരുപാട് കഷ്ടപ്പെടും. കിട്ടുവണ്ണാന്റെ വാക്കുകൾ കേട്ട് സോനാക്കുരുവി ആകെ സങ്കടത്തിലാകുന്നു. നീ പറയുന്നത് ശരിയാണ് കിട്ടു. പക്ഷെ ഞാൻ എന്തു ചെയ്യും? നിനക്കറിയില്ലേ, നദീതീരത്തെ പഴമരങ്ങളെല്ലാം വേട്ടയാടുന്ന പക്ഷികൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള പാവം പക്ഷികൾക്ക് അവിടെ കൂടുണ്ടാക്കാൻ കഴിയില്ല. സഹോദരി, ഇന്നലെ ഞാൻ കണ്ടു നദീതീരത്ത് പുതിയ പേരയ്ക്കയും ഞാവൽ പഴങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ വേട്ടയാടുന്ന പക്ഷികളൊന്നുമില്ല. നീ അവിടെ പോയി കൂടുണ്ടാക്കൂ. ഒരുപാട് നന്ദി കിട്ടു സഹോദരി. ഞാൻ ഇന്ന് തന്നെ പോയി നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം. വേഗം തന്നെ നദീതീരത്തൊരു കൂടുണ്ടാക്കാം. സന്തോഷം കൊണ്ട് സോനാക്കുരുവിക്ക് ഇരിക്കപ്പുറത്തിയില്ലാതായി. കാരണം ഈ കാട്ടിലെ പക്ഷികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തിൻ്റെതായിരുന്നു. ഉയരങ്ങളിൽ താമസിക്കുന്ന പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായി ഒരുപാട് ദൂരം പറക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഓരോ പക്ഷിയും ആഗ്രഹിച്ചിരുന്നു അവരും പുഴയുടെ തീരത്ത് തന്നെ കൂടുണ്ടാക്കി അവിടെ കഴിയാൻ. നദീതീരത്തെത്തുന്നതിനായി സോന കുറെ നേരമായി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ തളർന്നുപോയിരുന്നു. അമ്മോ, ഞാൻ പറന്ന് ആകെ തളർന്നുപോയി. എനിക്കിനി കുറച്ച് വിശ്രമിക്കണം. ഈ അവസ്ഥയിൽ അധികം തളരുന്നത് നല്ലതല്ല. ഇങ്ങനെ ചിന്തിച്ച് സോനാക്കുരുവി നദിക്കൽപ്പമകലെയുള്ള ഒരു പേരാലിന്റെ തണലിൽ വിശ്രമിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ബുൾബുൾ അവിടെ എത്തുന്നത്. സോന, നീ മുട്ടയിടാൻ പോവുകയാണെന്ന് ഞാൻ കേട്ടു. ഈ അവസ്ഥയിൽ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നീ സുരക്ഷിതമായ കാട്ടിലേക്ക് പോകണം. ആരും നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ നദീതീരത്ത് വേട്ടക്കാരൻ പക്ഷികളുടെ ഭരണമാണെന്ന്? ബുൾബുൾ സഹോദരി, അതെനിക്കറിയാം. പക്ഷെ നദിയുടെ അപ്പുറത്ത് ചില പഴമരങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ കൂടുണ്ടാക്കിയാൽ എനിക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നോക്കൂ സോന, എന്റെ വാക്ക് കേൾക്കൂ. നീ ഇവിടെ കൂടുണ്ടാക്കരുത്. എപ്പോഴാണ് ആ വേട്ടക്കാരുടെ കണ്ണിൽ നീ പെടുക എന്ന് പറയാൻ പറ്റില്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാകും. ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ ബുൾബുൾ പെങ്ങളെ, എത്ര കാലം നമ്മൾ പക്ഷികൾ ഇങ്ങനെ പേടിച്ച് കഴിയണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറയെ ആഹാരം കഴിക്കാനും ശുദ്ധജലം കുടിക്കാനും അവകാശമില്ലേ? ആരെങ്കിലുമൊക്കെ ഒരു ധൈര്യം കാണിക്കണ്ടേ? പിന്നെ ഒരു തവണ ഞാൻ എൻ്റെ കൂടിവിടെ ഉണ്ടാക്കിയാൽ നീ നോക്കിക്കോ, ഓരോരുത്തരായി എല്ലാ പക്ഷികളും ഇവിടെ കൂടുണ്ടാക്കാൻ തുടങ്ങും. ബുൾബുൾ പറയുന്നതൊന്നും കേൾക്കാൻ സോന തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ബുൾബുളിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ തന്നെ സോന എങ്ങനെയൊക്കെയോ വേട്ടയാടുന്ന പക്ഷികളുടെ കണ്ണിൽപ്പെടാതെ നദിയുടെ ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിറയെ പേരയ്ക്കയും ഞാവൽ പഴങ്ങളും നിറഞ്ഞ മരങ്ങളുണ്ടായിരുന്നു. ആഹാ, ഈ സ്ഥലം എത്ര സുന്ദരമാണ്! ഇവിടെ നദിയും അടുത്താണ്, മരം നിറയെ പഴങ്ങളുമുണ്ട്. എന്ത് ശാന്തിയാണിവിടെ! തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ഇവിടെ തന്നെ മുട്ടയിടും. സോന ഞാവൽ മരത്തിനു ചുറ്റും പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തന്റെ മുട്ടുകൾക്കായി മനോഹരമായ ഒരു ഉറപ്പുള്ള കൊമ്പ് അവൾ തിരഞ്ഞുകൊണ്ടിരുന്നു. വേട്ടക്കാരായ പക്ഷികളുടെ കണ്ണിൽപ്പെടാത്ത ഒരിടമായിരിക്കണം അതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കുറേ നേരത്തെ തിരച്ചിലിന് ശേഷം ഒടുവിൽ സോനയ്ക്ക് ഒരിടം ഇഷ്ടപ്പെട്ടു. ഇനി വൈകിക്കാതെ ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് കൂടുണ്ടാക്കി തുടങ്ങണം. മഴക്കാലം തുടങ്ങാറായി. എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പെയ്യാം. മഴ തുടങ്ങുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്കായി സുരക്ഷിതമായ ഒരു വീടൊരുക്കണം.
ഇങ്ങനെ ചിന്തിച്ച് സോനക്കുരുവി ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് ഞാവൽ മരത്തിൽ കൂടുണ്ടാക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് കാലു കാക്ക അങ്ങോട്ട് വരുന്നത്. കാലു കാക്ക രസത്തിൽ മൂളിപ്പാട്ട് പാടിക്കണ്ട് പക്ഷിയായി ഞാൻ പാറി നടക്കും നീലാകാശത്തിൽ. ഇന്നു ഞാൻ സ്വതന്ത്രനാണ് ഈ ലോകാരാമത്തിൽ. ഢകിച്ചിക്കി ഢകിച്ചിക്കി ഢാവും. അല്ല, ഈ സോനപക്ഷി ഞാവൽ മരത്തിൽ എന്താ ഈ ചെയ്യുന്നത്? അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. സോന പക്ഷിയുടെ അരികിലെത്തി. അവൻ പറഞ്ഞു, എന്താണ് സോന, ഇന്ന് വഴിതെറ്റി വന്നതാണോ? ഇല്ല കാലുബായി, വഴി തെറ്റിയതല്ല. ഈ മരത്തിന് മുകളിൽ ഒരു കൂടുണ്ടാക്കാമെന്ന് കരുതി. ഉടനെ എന്റെ കുഞ്ഞുങ്ങൾ വരും. അവരോടൊപ്പം ഇവിടെ സന്തോഷത്തോടെ കഴിയണം. ആഹാ സോന, ഇത് വലിയ സന്തോഷ വാർത്തയാണല്ലോ. കാലുബായ്, നിങ്ങളുടെ കൂടെ എവിടെയാണ്? ഞാനും കുറച്ച് ദൂരെ തന്നെയാണ് താമസിക്കുന്നത്. പേടിക്കണ്ട, ഇവിടെ വെവേട്ടക്കാരൊന്നും വരില്ല. നീ ധൈര്യമായി കൂടുണ്ടാക്കിക്കോ. ശരി, ഞാൻ പോയി വെള്ളം കുടിച്ചു വരാം. കാലു നദിയിലേക്ക് പറന്നുപോയി. സോന വീണ്ടും തന്റെ കൂടുണ്ടാക്കുന്ന തിരക്കിലായി. പകലും രാത്രിയും വിശ്രമമില്ലാതെ സോനക്കുരുവി കൂടുണ്ടാക്കിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെയായപ്പോഴേക്കും സോന തളർന്നു വശലായിരുന്നു. അപ്പോഴാണ് മരക്കൊമ്പിലിരുന്ന് അവൾ ഉറങ്ങിപ്പോയത്. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ട് സോന ഞെട്ടിയുണർന്നു. ദൈവമേ, ഈ വേട്ടക്കാരൻ പക്ഷികൾ ഇവിടെ എങ്ങനെ വന്നു? ഞാനിവിടെ കൂടുണ്ടാക്കിയ കാര്യം ഇവർ എങ്ങനെ അറിഞ്ഞു? സോനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുമ്പ് തന്നെ വേട്ടക്കാരായ പക്ഷികൾ അവളുടെ കൂടെടുത്ത് താഴേക്കെറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഏടി കുഞ്ഞിക്കൊരുവി, ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് കൂടുണ്ടാക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? നിന്റെ നില മറന്നുപോയോ? നിന്നെപ്പോലുള്ള പക്ഷികൾക്കുള്ളതല്ല ഈ നദീതീരം. ഇവിടെ ഞങ്ങളെപ്പോലുള്ള കരുത്തന്മാരാണ് താമസിക്കുന്നത്. പോയിത്തോലായോ ഇവിടുന്ന്? പരുന്തും കഴുകനും പോലുള്ള വലിയ പക്ഷികൾ തനിക്ക് ചുറ്റും പറക്കുന്നത് കണ്ട് സോനക്കുരുവി ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാൻ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. സോന മലമുകളിലേക്ക് പറന്നു പോകുകയായിരുന്നു. അവിടെ വെച്ച് വീണ്ടും ബുൾബുളിനെ കാണുന്നു. സോന, നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? എന്തു പറ്റി? ബുൾബുൾ പറഞ്ഞതനുസരിച്ച് സോന ഒരു മരക്കൊമ്പിലിരുന്ന് കരയാൻ തുടങ്ങി. ബുൾബുളിന്റെ വാക്കുകൾ കേട്ട് സോനയ്ക്ക് വലിയ വിഷമമായി. എനിക്കറിയില്ല ബുൾബുൾ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെ തന്നെ കാലു കാക്കയ്ക്കും കൂടുണ്ടായിരുന്നു. കാലു പറഞ്ഞത് അവൻ വർഷങ്ങളായി അവിടെ തന്നെ കൂടുണ്ടാക്കി കഴിയുന്നു എന്നാണ്. പക്ഷെ അവനൊന്നും സംഭവിച്ചില്ല. എങ്ങനെയെന്നറിയില്ല. വേട്ടക്കാരൻ പക്ഷികളുടെ കണ്ണ് എന്റെ കൂട്ടിലുടക്കി അവരത് തകർത്ത് കളഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെയോ എന്റെ ജീവൻ രക്ഷിച്ചു വന്നതാണ്. എന്റെ പാവ സോന, നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? ആ വേട്ടക്കാർ നിന്നെ തനിയെ കണ്ടുപിടിച്ചതല്ല. കാലുകാക്കയാണ് അവരോട് പോയി പറഞ്ഞത്. അയാൾ വെറുതെ അല്ല ആ വേട്ടക്കാരുടെ കൂടെ കഴിയുന്നത്. അയാൾ അവരുടെ ചാരനാണ്. അവൻ ആ വേട്ട പക്ഷികളുടെ ചാരനാണ്. നിനക്ക് മുൻപും പല പക്ഷികളും ഇവിടെ വന്ന് കൂടുകൂട്ടി ജീവിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ ദുഷ്ടൻ കാല് പോയി ആ വേട്ട പക്ഷികൾക്ക് കൂടിന്റെ വിവരം നൽകും. എന്നിട്ട് ആ ക്രൂരരായ പക്ഷികൾ വന്ന് പാവം പക്ഷികളുടെ കൂടുകൾ തകർത്തു കളയും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവിടെ പോയി കൂടുണ്ടാക്കരുതെന്ന്. പക്ഷെ നീ എന്റെ ഒരു വാക്ക് പോലും കേട്ടില്ല. ബുൾബുളിന്റെ വാക്കുകൾ കേട്ട് സോന പക്ഷിക്ക് വല്ലാതെ സങ്കടം തോന്നി. അവൾ വീണ്ടും തന്റെ പഴയ മരത്തിലെ പഴയ കൂട്ടിലേക്ക് മടങ്ങിപ്പോയി. അന്ന് രാത്രി പെട്ടെന്ന് കാലാവസ്ഥ മാറി. കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായ മഴ കാരണം നദിയിൽ വെള്ളത്തൊക്കമുണ്ടാവുകയും തീരത്തുള്ള കാട് മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. അങ്ങനെ നദീതീരത്തുള്ള ആ കാട് മുഴുവൻ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നു. സോന, ബുൾബുൾ, നിങ്ങൾ അറിഞ്ഞോ? കാട്ടിൽ വെള്ളപ്പൊക്കം വന്നിരിക്കുന്നു. നദീതീരത്ത് താമസിച്ചിരുന്ന പക്ഷികളുടെ കൂടുകളെല്ലാം ഒലിച്ചുപോയി. ഭാഗ്യം, നമ്മൾ ഈ ഉയരത്തിൽ താമസിക്കുന്നത് കൊണ്ട് നമ്മുടെ വീടുകൾ രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ നദീതീരത്ത് താമസിച്ചിരുന്ന ആ പാവം പക്ഷികളുടെ അവസ്ഥ എന്തായിരിക്കും? കിട്ടുവും സോനയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലുകാക്കയും ഭാര്യ ഗൗരിയും അവിടെ എത്തുന്നത്. ഞങ്ങളെ സഹായിക്കൂ. വെള്ളപ്പൊക്കത്തിൽ എൻ്റെ കൂടും 2 മുട്ടകളും ഒലിച്ചുപോയി. ഞാൻ വലിയ ആപത്തിലാണ്. നിങ്ങളുടെ കൂട്ടിൽ എനിക്ക് ഒരിടം തരൂ. ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഇപ്പോൾ മനസ്സിലായോ? ഈ ചതിയൻ കാക്കയെ സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല.
ഇവൻ കാരണമാണ് നമ്മൾ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി കഷ്ടപ്പെടുന്നത്. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവൻ അവിടെ കിടന്നു മരിക്കട്ടെ. വേണ്ട ബുൾബുൾ പെങ്ങളെ, ചതി കാലുവിൻ്റെ സ്വഭാവമാണ്. നമുക്ക് അവനെ പോലെ ആകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തായാലും കാലു, ഗൗരി, നിങ്ങൾ എപ്പോഴും ഞങ്ങളെപ്പോലുള്ള ചെറിയ പക്ഷികൾക്ക് കുഴി തോണ്ടാൻ മാത്രമാണ് നോക്കിയിട്ടുള്ളത്. എങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടിൽ അഭയം തരാൻ ഞങ്ങൾ തയ്യാറാണ്. മാത്രമല്ല, നിങ്ങൾ മാത്രം പോരാ, വിളിച്ചോ നിങ്ങളുടെ ആ വേട്ടക്കാരൻ പക്ഷികളുടെ കൂട്ടത്തെയും. അവർക്കും ഞങ്ങളുടെ മരങ്ങളിൽ വന്ന് അവരുടെ ജീവൻ രക്ഷിക്കാം. സോനക്കുരുവിയുടെ വലിയ മനസ്സ് കണ്ട് കാലുവും ഗൗരിയും ലജ്ജിച്ചുപോയി. തങ്ങൾ ചെയ്ത തെറ്റിൽ അവർക്കിപ്പോൾ വലിയ ദുഃഖം തോന്നി. സോന, നിന്റെ വലിയ മനസ്സ് എനിക്കൊരു വലിയ പാഠം തന്നു. സമയം എല്ലാവർക്കും ഒരുപോലെയല്ല. അതുകൊണ്ടൊരിക്കലും അഹങ്കരിക്കരുത്. കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കണം. ആപത്താർക്കും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് എനിക്ക് മനസ്സിലായി. കാലുവിന്റെയും ഗൗരിയുടെയും പശ്ചാത്താപം കണ്ട് കാട്ടിലെ മറ്റു പക്ഷികളും അവർക്ക് മാപ്പ് നൽകുന്നു. പക്ഷികളെ നോക്കൂ, മഴ നിന്നു. വെള്ളപ്പൊക്കവും പതുക്കെ കുറയുന്നുണ്ട്. ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല. പരുന്തേ, കഴുകനെ, നിങ്ങൾക്കും ഇനി സ്വന്തം വീടുകളിലേക്ക് മടങ്ങാം. ഇല്ല ഇല്ല, ഇനി ഈ കാട് മുഴുവൻ നമ്മുടെ വീടാണ്. ഇനി മുതൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിയുമെന്ന് ഞാൻ വാക്ക് നൽകുന്നു. നിങ്ങൾക്കിനി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഉയരങ്ങളിൽ കഷ്ടപ്പെടേണ്ടി വരില്ല. താഴെ നിങ്ങൾക്ക് വേണ്ടുവോളം ഭക്ഷണമുണ്ട്. എല്ലാവരും ഞങ്ങളോടൊപ്പം വരൂ. കഴുകൻ പറയുന്നത് കേട്ട് ബാക്കി പക്ഷികളും അത് ശരിവെച്ചു. പിന്നീട് കാട്ടിലെ എല്ലാ പക്ഷികളും ഒത്തുചേർന്ന് നദീതീരത്തെ മരങ്ങളിൽ കൂടുകൂട്ടി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അമ്മ, ഇതെന്താണ് പറ്റിയത്? നമ്മുടെ കൂടിന്റെ മേൽക്കൂര കൊടുങ്കാറ്റിൽ പറന്നുപോയി. മഴവെള്ളം അകത്ത് മുഴുവൻ നിറയുകയാണ്. റാണിപ്പക്ഷി സുന്ദർപൂരിലെ കാട്ടിലാണ് വസിച്ചിരുന്നത്. റാണിപ്പക്ഷി പേരിൽ മാത്രമായിരുന്നില്ല, റാണി അവളുടെ ഹൃദയവും റാണിയെപ്പോലെ വളരെ വലുതായിരുന്നു. എന്നാൽ അവളുടെ മക്കളായ സോനുവും മോനുവും അമ്മയുടെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായിരുന്നു. ഇതുമൂലം റാണി വളരെ അസ്വസ്ഥയായിരുന്നു. സോനു, മോനു, എന്റെ കുട്ടികളെ, എവിടെയാണ് നിങ്ങൾ? പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരൂ. എന്റെ തല വല്ലാതെ കറങ്ങുന്നു. പുറത്ത് തീമഴ പെയ്യുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഭക്ഷണവുമായി എങ്ങനെ വീട്ടിലെത്തിയെന്ന് എനിക്ക് മാത്രം അറിയാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഈ ചൂട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? എല്ലാ പക്ഷികളും ദിവസവും ജോലിക്ക് പോകാറുണ്ട്. നിങ്ങളെപ്പോലെ എന്തൊരു ചൂട് എന്ന് ആരും പിടിച്ചു പറയില്ല. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. അമ്മയ്ക്ക് ബഹളം വെക്കുന്നത് ഒരു ശീലമായി മാറിയിരിക്കുന്നു. കുട്ടികളെ, വേനൽക്കാലം അതിന്റെ ഉച്ചസ്ഥായിലാണ്. മഴ ഉടൻ ആരംഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങളുടെ കൂട് നന്നാക്കിയിട്ടില്ല. ഇനിയും നമ്മൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ മഴയിൽ നമ്മുടെ കൂട് വളരെ മോശം അവസ്ഥയിലാകും. അമ്മേ, നിങ്ങൾ ബഹളം വെക്കുന്നത് ശീലമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷവും നിങ്ങൾ ഇതുപോലെ ബഹളമുണ്ടാക്കിയിരുന്നു. എന്തെങ്കിലും സംഭവിച്ചോ? അമ്മ നോക്കിക്കൂ, നമ്മുടെ കൂടിന് ഇനിയും 5-6 വർഷം ഒന്നും സംഭവിക്കില്ല. അമ്മ വെറുതെ എല്ലാ കാര്യത്തിലും പേടിച്ചുകൊണ്ടിരിക്കും. മോനെ, ഇത്ര മടിയനായിരിക്കുന്നത് നല്ല കാര്യമല്ല. പ്രായത്തിലും അനുഭവത്തിലും ഞാൻ നിന്നേക്കാൾ മുതിർന്നതാണ്. ഈ വർഷത്തെ മഴയെ നമ്മുടെ കൂടിന് താങ്ങാൻ കഴിയില്ല. മടിവിട്ട് കൂട്ടിൽ നിന്ന് പുറത്തു പോകൂ. നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം ജോലിക്ക് വരൂ. നമ്മൾ 3 പേർക്കും വൈക്കോലിന് മേൽ വൈക്കോൽ വെച്ച് പുതിയൊരു കൂടുണ്ടാക്കാം. വരാനിരിക്കുന്ന മഴക്കാലത്തേക്ക് വേണ്ട ധാരാളം ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ പുതിയ കൂട്ടിൽ സംഭരിക്കാം. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ മഴയെ എങ്ങനെയാണ് ഗംഭീരമായി സ്വാഗതം ചെയ്യുന്നതെന്ന്. അമ്മേ, പുറത്ത് ഭയങ്കര ചൂടാണ്. നമ്മൾ എങ്ങനെ പുറത്തിറങ്ങും? ഈ ചൂടിൽ ഞങ്ങൾക്ക് പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയില്ല. റാണി തന്റെ മക്കളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വാതിലിൽ ഒരു മുട്ടൽ കേട്ടു. മോനെ സോനു, എണീറ്റ് പോയി നോക്കൂ, ആരാ വന്നതെന്ന്. അമ്മേ, ഞാൻ വിശ്രമിക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയില്ല. എന്തായാലും നിങ്ങളുടെ പ്രസംഗം കേട്ടതിനു ശേഷം എന്റെ മൂഡ് മോശമായി. തന്റെ മോന്റെ വാക്കുകൾ കേട്ട് റാണിപ്പക്ഷി വിഷമിച്ച് വാതിലിനടുത്തേക്ക് പോകുന്നു. നോക്കിയപ്പോൾ മുന്നിൽ മിട്ടു അമ്മായി നിൽപ്പുണ്ട്. അല്ല മിട്ടു അമ്മായി, എന്തു പറ്റി? നിങ്ങൾക്ക് സുഖമില്ലേ? മോളെ,
കഴിഞ്ഞ 2 ദിവസമായി എനിക്കെന്തോ വയ്യായിക തോന്നുന്നു. ധാന്യങ്ങൾ എടുക്കാൻ പോലും പുറത്തു പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. റാണിയുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാമെന്ന് ഞാൻ കരുതി. അമ്മായി ഇരിക്കൂ, ഞാൻ ഇപ്പോൾ നല്ല ഫ്രഷ് ആയ ബ്ലാക്ക്ബെറി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ അമ്മായിക്ക് കൊണ്ടുവന്ന് തരാം. അമ്മേ, ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരേണ്ടി വരുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും പറയും. ഈ ആന്റി എല്ലാ 3 ദിവസം കൂടുമ്പോഴും സൗജന്യ ഭക്ഷണം വന്ന് കൊണ്ടുപോകും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലേ? നീ ഇത് എന്താണ് പറയുന്നത്? ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അമ്മായി, തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. കുട്ടികളല്ലേ. ഈ ബ്ലാക്ക്ബെറി കൊണ്ടുപോകൂ. നിങ്ങൾക്ക് 2 നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളതാകും. അടുത്ത ദിവസം രാവിലെ, മക്കളെ സോനു മോനു, ഇന്ന് ചൂട് കാറ്റാണ് വീശുന്നത്. ഇന്ന് വെയിലത്തിറങ്ങാൻ എനിക്ക് ഒട്ടും ധൈര്യമില്ല. മക്കളെ, നിങ്ങൾ 2 പേരും വലുതായി. പോയി ഇന്നത്തെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് നിങ്ങൾ 2 പേരും ചെയ്യൂ. അമ്മേ, ആഹാരം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഒരിടത്തും പോകുന്നില്ല. ബ്ലാക്ക്ബെറിയും മൾബറി പഴങ്ങളും കഴിച്ച് ഞങ്ങൾ മടുത്തു. ഇന്ന് ഞങ്ങൾക്ക് മാമ്പഴം കഴിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാമ്പഴം തന്നെ കൊണ്ടുതരണം. കുട്ടികളുടെ വാക്കുകൾ കേട്ട് വിഷമിച്ച് റാണിപക്ഷി പുറത്തേക്ക് പോകുന്നു. റാണി മാവിന്റെ അടുത്തെത്തി. അയ്യോ, ഇത്രയും ചൂടോ? ശരീരത്തിന്റെ എല്ലാ ശക്തിയും തീർന്നതുപോലെ തോന്നുന്നു. എനിക്ക് എന്റെ ചുണ്ടിൽ 1-ൽ കൂടുതൽ മാമ്പഴം എടുക്കാൻ കഴിയുന്നില്ല. ഈ വലിയ മാമ്പഴങ്ങൾക്ക് വേണ്ടി എനിക്ക് 2-3 തവണ വരേണ്ടി വരുമെന്ന് തോന്നുന്നു. മക്കളുടെ നിഷ്ഫലമായ സ്വഭാവം കാരണം റാണിപക്ഷിക്ക് പൊള്ളുന്ന വെയിലിൽ മാവിന് ചുറ്റും പലതവണ ചുറ്റിക്കറങ്ങേണ്ടി വന്നു. ദീർഘനേരം വെയിലത്ത് നിന്നത് മൂലം റാണിപക്ഷിക്ക് അസുഖം വന്നു. അടുത്ത ദിവസം, അമ്മേ, വിശക്കുന്നു. ഇന്ന് അമ്മ ആഹാരം കൊണ്ടുവരാൻ പോയില്ലല്ലോ. പെട്ടെന്ന് പോയി ആഹാരം കൊണ്ടുവരൂ. വിശന്ന് നിന്റെ ജീവൻ പോകുന്നു. മോനെ, ഞാൻ ഇന്നലെ മധുരമൂറുന്ന തേനൂറുന്ന മാമ്പഴങ്ങൾ കൊണ്ടുവന്നതല്ലേ? നിങ്ങളത് മുഴുവൻ തീർത്തോ? അത് ഞങ്ങൾ രാത്രി തന്നെ തീർത്തു. അത് വിടൂ. ആ മരത്തിൽ ഇനിയും ഒരുപാട് മാമ്പഴങ്ങൾ നിൽപ്പുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ മാമ്പഴങ്ങൾ കൊണ്ടുവരൂ. 2 മക്കളും പറയുന്നത് കേട്ട് റാണിപക്ഷി മാങ്ങ കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി. കുറച്ചു ദൂരം പറന്നപ്പോഴേക്കും അവൾ തല കറങ്ങി മരത്തിന്റെ ചൂട്ടിലേക്ക് വീണു. എനിക്ക് ചിറകുകൾ ഉയർത്താൻ പോലും കഴിയുന്നില്ല. എന്നെ കൊണ്ട് കഴിയില്ല. റാണിപക്ഷി തന്റെ കൂട്ടിൽ പോയി കിടന്നു. അടുത്ത 2-3 ദിവസങ്ങൾ റാണിപക്ഷിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും റാണിയുടെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. വീട്ടിൽ അവശേഷിച്ച ബാക്കിയുള്ള ധാന്യം അത് സോനുവും മോനുവും കഴിച്ചു തീർത്തു. ഇപ്പോൾ അവർ വിശന്ന് മരിക്കുന്നതിന്റെ വക്കിലായിരുന്നു. ആ രാത്രിയിൽ തന്നെ ഇരുണ്ട മേഘങ്ങൾ ആകാശത്തെ വലയം ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ കനത്ത മഴ ആരംഭിച്ചു. ദൈവമേ, കരുണയുണ്ടാകണമേ. ഈ മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. മഴക്കാലം അടുത്തെത്തിയെന്ന് എനിക്ക് തോന്നിയിരുന്നു. പുറത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ അടുത്ത 4-5 ദിവസത്തേക്ക് മഴ നിലയ്ക്കില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്ത് സംഭവിക്കും? വീട്ടിൽ കഴിക്കുന്നതിന് വേണ്ടി ഒരു ധാന്യമണി പോലുമില്ല. മഴക്കാലം വരുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി ആഹാരം ശേഖരിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നോ? 2 ദിവസമായി വിശന്നിരിക്കുകയാണ്. അമ്മ കാരണം ഞങ്ങളും വിശന്ന് ചാകാറായി. മകന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ റാണിക്ക് ദേഷ്യം വന്നു. നാണമില്ലായ്മയ്ക്ക് ഒരു പരിധിയുണ്ട്. നിങ്ങൾ ഇത്ര ഉപയോഗശൂന്യരല്ലായിരുന്നുവെങ്കിൽ ഈ ദിവസം കാണേണ്ടി വരില്ലായിരുന്നു. നിന്നെ പോലുള്ള 2 ആൺമക്കൾ വീട്ടിലുണ്ടായിരുന്നിട്ടും തകർന്ന കൂട്ടിൽ ഒരു അമ്മ വിശന്ന് വലഞ്ഞിരിക്കുന്നു. ഇതിനേക്കാൾ അപമാനകരമായ കാര്യം മറ്റെന്തുണ്ട്? എന്റെ പ്രായം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഭക്ഷണമായാലും വെള്ളമായാലും എല്ലാത്തിനും നിങ്ങൾ അമ്മയോട് ആജ്ഞാപിക്കുന്നു. ഞാൻ 4 ദിവസത്തേക്ക് പുറത്തു നിന്ന് ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്നില്ലെങ്കിൽ മടി കാരണം നിങ്ങൾ ഇവിടെ കൂട്ടിൽ കിടന്ന് മരിക്കും. എങ്ങനെയെങ്കിലും ഈ കൂടിന്റെ മേൽക്കൂര കേടുകൂടാതിരിക്കുന്നതിൽ നന്ദിയുള്ളവരായിരിക്കുക. അല്ലാത്ത പക്ഷം ഇന്നത്തെ കൊടുങ്കാറ്റിൽ മേൽക്കൂര തകർന്നാൽ നമ്മൾ റോഡിലാകും. അപ്പോൾ നമ്മുടെ മരണം ഉറപ്പാണ്. മനസ്സിലാക്കൂ. എങ്ങനെയെങ്കിലും ഈ മഴക്കാലം കടന്നു പോകണമെന്നും പിന്നെ അത് കഴിഞ്ഞ് അവൾ തനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കാമെന്നും റാണിപക്ഷി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
എന്നാൽ ഒരുപക്ഷെ അവളുടെ സമയം മോശമായതായിരിക്കാം. രാവിലെ ആയതോടുകൂടി മഴ വളരെ ശക്തമായി. മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ റാണിയുടെ കൂടിന്റെ മേൽക്കൂര പറന്നുപോയി. അമ്മ, ഇതെന്താണ് പറ്റിയത്? നമ്മുടെ കൂടിന്റെ മേൽക്കൂര കൊടുങ്കാറ്റിൽ പറന്നുപോയി. മഴവെള്ളം അകത്ത് മുഴുവൻ നിറയുകയാണ്. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്തതിനുള്ള വില കൊടുക്കേണ്ട സമയമായി. ഇപ്പോൾ മനസ്സിലായോ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്? അമ്മ, വളരെ ശക്തമായ മഴയാണ്. ഞാൻ ഒരുപാട് നനഞ്ഞു. എനിക്ക് തണുക്കുന്നു. എന്തെങ്കിലും ചെയ്യൂ. വരൂ, ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിൽ ഒളിച്ച് മഴയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കാം. റാണിയും അവളുടെ 2 മക്കളും തന്റെ കൂട്ടിൽ നിന്നിറങ്ങി മരത്തിന്റെ ഒരു ഇടതൂർന്ന ശാഖയുടെ ഇടയിൽ ഒളിച്ചിരുന്ന് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മിട്ടു അമ്മായി തന്റെ വീടിന്റെ ജനലിൽ കൂടി റാണിയും സോനുവും മോനുവും മഴയിൽ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഏയ് റാണി, കൊടുങ്കാറ്റ് വന്നിരിക്കുന്നു. മഴയത്ത് നീ മരത്തിൽ എന്ത് ചെയ്യുകയാണ്? പോയി തന്റെ കൂട്ടിൽ പോയിരിക്കെ. എന്നിട്ട് വാതിലും ജനലും ഒക്കെ നന്നായി അടച്ചിടണം. അമ്മായി, എന്റെ വീട് ഈ മഴയത്ത് നശിച്ചു പോയി. എന്റെ മക്കളും ഞാനും വീടില്ലാത്തവരായി. മനസ്സിലാവുന്നില്ല ഈ കൊടുങ്കാറ്റിൽ എവിടെ പോകണമെന്ന്, എന്ത് ചെയ്യുമെന്ന്. ഇത്രയും വലിയ കാര്യം സംഭവിച്ചിട്ടും നീ എന്നോട് എന്താണ് പറയാത്തത്? പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടിലേക്ക് വരൂ. സംസാരിച്ച് സമയം കളയണ്ട. മിട്ടു അമ്മായി പറഞ്ഞത് കേട്ട് റാണിയും സോനുവും മോനുവും പെട്ടെന്ന് തന്നെ അവരുടെ കൂട്ടിലേക്ക് എത്തി. കുട്ടികളെ, നിങ്ങൾ തണുപ്പിൽ വിറയ്ക്കുന്നുണ്ടല്ലോ. എന്റെ കയ്യിൽ കുറച്ച് ധാന്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം. കുറച്ച് ചൂട് കിട്ടിയാൽ നിങ്ങൾക്ക് സുഖം തോന്നും. അല്പസമയത്തിനുള്ളിൽ മിട്ടു അമ്മായി എല്ലാവർക്കും വേണ്ടി ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നു. സോനുവും മോനും അത് ഒറ്റയടിക്ക് തീർത്തു. റാണി, നീ സൂപ്പ് കുടിച്ചില്ലേ? പെട്ടെന്ന് തന്നെ സൂപ്പ് കഴിച്ചു തീർക്കൂ. നിനക്ക് വയ്യാത്തതല്ലേ? പോയി കുറച്ച് വിശ്രമിക്കൂ. മിട്ടു അമ്മായി, നിങ്ങളുടെ ഈ ഉപകാരത്തിന് ഞാൻ എന്ത് പകരം നൽകും? ഇന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ മഴയിൽ ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട മോളെ. നീ ഈ വൃദ്ധയായ എന്നെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്. നിനക്ക് ഇത്രയും വർഷമായി എന്നെ അമ്മായിയായി കണ്ട് സേവിക്കാമെങ്കിൽ നിങ്ങളുടെ അമ്മായി എന്ന നിലയിൽ എനിക്ക് എന്റെ കടമ നിറവേറ്റാൻ കഴിയില്ലേ? ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നീ നിന്റെ മക്കളോടൊപ്പം എന്റെ വീട്ടിൽ സുഖമായി താമസിക്കും. മഴ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിനക്ക് വേണ്ടി പുതിയ വീട് റെഡിയാക്കാം. ഞങ്ങളോട് ക്ഷമിക്കൂ അമ്മായി. ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കളിയാക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ച് ഇത് തെളിയിച്ചു. സത്യം ഒരിക്കലും പാഴായി പോകില്ല എന്ന്. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും നമ്മൾ മടി പിടിക്കില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കും. വീട്ടിലെ എല്ലാ ജോലികളിലും സഹായിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. ആകാശത്ത് സൂര്യൻ തിളങ്ങാൻ തുടങ്ങി. റാണി പക്ഷിയുടെ ആരോഗ്യവും നല്ലവണ്ണം മെച്ചപ്പെട്ടിരുന്നു. കുട്ടികളെ, നിങ്ങൾ അമ്മായിയോടൊപ്പം കൂട്ടിൽ തന്നെ ഇരിക്കൂ. ഞാൻ ആഹാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. വേണ്ട അമ്മേ, അമ്മ അമ്മായിയോടൊപ്പം കൂട്ടിലിരിക്കൂ. ഞങ്ങൾ പോയി ആഹാരത്തിനും വെള്ളത്തിനുമുള്ള ഏർപ്പാടുകൾ ചെയ്തു വരാം. പിന്നെ സോനുവും മോനുവും ഒരുമിച്ച് നല്ല കുട്ടികളെ പോലെ അമ്മയ്ക്ക് തണലായി മാറുന്നു. ഇത്തരത്തിൽ റാണി പക്ഷിയുടെ ദുഃഖകരമായ ദിവസങ്ങൾ ഇല്ലാതായി.